ഹായ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു സ്ഥലത്ത് പോകുന്നു. അങ്ങനെ ഞാനും മോൻസും ദേ പോകാൻ വേണ്ടി റെഡിയായി. ഞാൻ ദേ ഈ സാരിയാണ് ഉടുത്തിരിക്കുന്നത്. അപ്പം ഇറങ്ങാണ്. ബാക്കി നമുക്ക് വഴിയെ കാണാം. ഓക്കെ. അപ്പോൾ അതേ ഞാനും മോനൂസും കൂടെ മോൻസിന് ഹായ് പറഞ്ഞു. ഞാനും മോൻസും കൂടെ ദേ ഇവിടുന്ന് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് വഴിയിലോട്ട് ഇരുട്ടായിരിക്കും. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. പറയാന്ന് വെച്ചാൽ ക്ലൈമറ്റ് ഒന്നും പറയണ്ട, നല്ല മഴയായിരുന്നു. എനിക്ക് ഈ നാലമ്പല ദർശനം ഞാൻ കേൾക്കുന്നത് തന്നെ ദുബായിൽ നിന്ന് നാട്ടിൽ വന്ന സമയത്താണ് ഈ നാലമ്പല ദർശനത്തെക്കുറിച്ച് ഞാൻ അറിയുന്നതും. പക്ഷേ അന്ന് മുതൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ നാലമ്പല ദർശനം നടത്തണമെന്ന്. പക്ഷേ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾക്ക് ഷോപ്പുണ്ട്. ഇപ്പം ഈ സമയമാകുമ്പോൾ നമുക്ക് ഈ കർക്കിടക മാസം ആകുമ്പോൾ നമുക്ക് ഓണത്തിനേക്കുള്ള സ്റ്റോക്കും കാര്യങ്ങളും പിന്നെ അത് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ബിസി ആയിരിക്കും. മിക്ക ഞായറാഴ്ചകളിലും ഞങ്ങൾക്ക് ഭയങ്കര ബിസി തന്നെയാണെന്ന് പറയാം. കാരണം സ്റ്റിച്ചിങ് യൂണിറ്റിൽ പോകണം, അങ്ങനെ പല കാരണങ്ങളാൽ. അപ്പം ശനിയാഴ്ച മോനുസ് എന്നോട് ചോദിച്ചു, നമുക്ക് നാളെ അങ്ങ് നാലമ്പല ദർശനം നടത്തിയാലോ. കാരണം ഞങ്ങൾ ഈ കർക്കിടക മാസം തുടങ്ങിയാൽ ഈ വാവ് വരെ ഞങ്ങൾ വ്രതത്തിലാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾക്ക് അപ്പയ്ക്ക് ചടങ്ങ് ചെയ്യണമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ വ്രതത്തിലാണ്. അപ്പം മോനുസ് പറഞ്ഞു ഓക്കെ അതിനെന്താ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ രാവിലെ തന്നെ ഇറങ്ങി. തൃപ്പേറാണ് ഈ നാലമ്പല ദർശനം ഫസ്റ്റ് നമ്മൾ തൊഴാൻ നിൽക്കേണ്ട അമ്പലം. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരണങ്ങളൊന്നും എനിക്കറിയില്ല. എനിവേ അത് പുരാണമായ കുറേ കാര്യങ്ങളുണ്ട്, അതൊന്നും പറയാൻ ഞാൻ ആളല്ല കേട്ടോ. കാരണം തൃപ്പേർ ചെയ്യുന്ന സമയത്ത് ഭയങ്കര തിരക്കാണ് ക്യൂവിൽ. അങ്ങനെ എന്താ പറയുക, ഭഗവാനെ ഞങ്ങൾ കണ്ടു, നല്ല രീതിയിൽ ദർശനം കിട്ടി. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. കാരണം പല സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മുടെ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നാണ് ആൾക്കാർ വന്ന്, ടൂറിസ്റ്റ് ബസ്സും അങ്ങനെയൊക്കെ. ഞായറാഴ്ചയാണ് പ്രത്യേകിച്ച് പറയേണ്ട, ഭയങ്കര തിരക്ക് തന്നെയാണ്. പക്ഷേ എന്തൊരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം തന്നെയാണെന്ന് പറയാം. നമ്മുടെ മനസ്സിലെങ്ങും ഒരു പ്രശ്നങ്ങളും അലട്ടില്ല ആ സമയത്ത് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ ക്ഷേത്രത്തിലോട്ട് പോകാനുള്ള യാത്രയിലാണ്. അങ്ങനെ ഞാനും മോനൂസും കൂടെ ഈ വ്രതം ആയതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനം എടുത്ത് നമ്മളിത് നാലമ്പല ദർശനം നടത്തിയതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്ന്. ആ ഒരു തീരുമാനം ഓക്കെ. സാധാരണ ഞങ്ങൾക്ക് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വിശപ്പ് തുടങ്ങുന്നതാണ്. ഞങ്ങൾ രണ്ടുപേരും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചിരുന്നു, വാട്ടർ കുടിച്ചു. കാരണം അത് മോനൂസ് കുടിക്കുക, അവന് വെള്ളം കുടിക്കണം എപ്പോഴും. പക്ഷെ ഞാനതും കുടിക്കില്ല, പേടിയാണ്. കാരണം ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഈ യൂറിൻ പാസ് ചെയ്യാൻ പോകണമല്ലോ, എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ വെള്ളം കുടിക്കാറില്ല യാത്രയിൽ. അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ ക്ഷേത്രത്തിലെത്തി. പക്ഷേ ഇവിടെ എല്ലായിടത്തും ആണെങ്കിൽ കാർ പാർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, എല്ലായിടത്തും ഫില്ലാണ്. പക്ഷേ ഞങ്ങൾക്ക് ഈ രണ്ടാമത്തെ ക്ഷേത്രത്തിൽ ഒരു സ്ഥലത്ത് കിട്ടി, അവിടെ ഞങ്ങൾ പാർക്ക് ചെയ്തു. പക്ഷേ എന്താ പറയാനാ, അവിടെ പെറ്റി അടിച്ചിട്ടുണ്ടോ എന്ന് ചെറിയൊരു ഡൗട്ടുണ്ട്. കാരണം അവിടെ പോലീസ് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ ഒരു ചെറിയൊരു പേടി ഞങ്ങൾക്ക് ഉണ്ടായി. പക്ഷേ മോന് ഇടയ്ക്കിടയ്ക്ക് കയറി സൈറ്റിൽ കയറി നോക്കുന്നുണ്ടായിരുന്നു. അവിടെയും ഇതേ കണക്ക് മണിക്കൂറോളം നമ്മൾ നിന്നിട്ടാണ് നമുക്ക് അമ്പലത്തിനുള്ളിൽ കയറാൻ പറ്റിയത്. പക്ഷേ എന്താ പറയുക, അമ്പലത്തിനുള്ളിൽ കയറിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്, ഭയങ്കര പച്ചപ്പാണ് അമ്പലത്തിൽ. അവിടെ നിന്ന് ഞാൻ 2 ഫോട്ടോസൊക്കെ എടുത്ത്. സാധാരണ അമ്പലങ്ങളിൽ പോയി നിന്നാൽ എനിക്ക് ഫോട്ടോ എടുക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷേ ഇവിടെ നിന്ന് ഞാൻ 2 ഫോട്ടോ ഒക്കെ ക്ലിക്ക് ചെയ്തു കേട്ടോ. ഈ സാരിയിലല്ല, അന്ന് 2 ഫോട്ടോസ്. ആളൊഴിഞ്ഞ സ്ഥലം നോക്കിയാൽ നിൽക്കാറുള്ളൂ. അങ്ങനെ അവിടെ ഈ ഞായപ്പി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ആളില്ലായിരുന്നു, അതുകൊണ്ട് അവിടെ നിന്ന് 2 ഫോട്ടോസൊക്കെ എടുത്ത്. പക്ഷേ ഈ 4 അമ്പലത്തിൽ മീനൂട്ട് എന്ന് പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ. അവിടെ നമ്മളുടെ ഈ 10 അവതാരത്തിൽ പറഞ്ഞാലോ മത്സ്യം, അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വഴിപാടായിട്ട് നടത്തുന്നതാണ് ഈ മീനൂട്ടെന്ന് പറയുന്നത്. എല്ലാ ആൾക്കാരും ചെയ്യുന്നുണ്ട്. അവിടെ ഭയങ്കര തിരക്കുമാണ് ആ സ്ഥലങ്ങളിൽ. പിന്നെ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകിച്ച് അവിടുത്തെ കുളം, ഭയങ്കര വലുതാണ് കേട്ടോ, ഒരു വലിയൊരു ചുറ്റ് തന്നെ ഉണ്ട്. പിന്നെ എനിക്ക് എടുത്ത് പറയുകയാണെങ്കിൽ അമ്പലത്തിൻ്റെ പുറത്തെ ഗോപുരത്തിൽ അവിടെ മ്യൂറൽ പെയിൻറ്റ് ചെയ്ത് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ് കാണാൻ. എനിവേ അതൊക്കെല്ലാം കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോഴാണ് മോനിസ് പറയുന്നത് ഈ അമ്പലത്തിൻ്റെ ഗോപുരം കാണാൻ ഭയങ്കര ഭംഗിയാണെന്ന്. അന്നേരം ഞാൻ ചോദിച്ചു, കാരണം എൻ്റെ അറിവിൽ മോനസ് ഞാനെല്ലാം അവിടെ പോയിട്ടില്ല. പക്ഷേ എപ്പോഴും അവൻ ചെറിയ പ്രായത്തിൽ അവിടെ പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നതോ ഇനി ഈ ഇതിൽ കണ്ടതാണോന്ന് എനിക്കറിയില്ല. എനിവേ എന്തായാലും അത് പിന്നീട് ഒരു പ്രാവശ്യം വന്ന് നമുക്ക് കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. പിന്നെ ഞങ്ങൾ 3ാമത്തെ ക്ഷേത്രത്തിലെത്തി. അവിടെയും അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. പിന്നെ അവിടെ നമ്മൾ അവിടെ മൈക്കിൽ കൂടെ വിളിച്ചു നമ്മൾ അന്നദാനത്തിന് നമ്മുടെ കയ്യിലുള്ള പൈസ 1 രൂപയായാലും 2 രൂപയായാലും 10 രൂപയായാലും ആ ഒരു നേർച്ചപ്പെട്ടിയിൽ ഇടുക. എല്ലാവരും പോകുന്ന എല്ലാ ആൾക്കാരും ഇടുക കേട്ടോ, അതൊരു നല്ല കാര്യം തന്നെയാണ്. നമ്മളെ കൊണ്ട് വലിയ എമൗണ്ടൊന്നും കൊടുക്കാൻ പറ്റില്ല, നമ്മുടെ കയ്യിലുള്ള ചില്ലറ ആയാലും ആ ഒരു ഇതിലിടുക. ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്, ഈ ചെല്ലുന്ന ആൾക്കാർക്കൊക്കെ ഭക്ഷണം കഴിക്കാമല്ലോ.
അങ്ങനെ അവിടെയും കണ്ടു. അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഈ നാലാമത്തെ അമ്പലത്തിലോട്ട് പോകുന്ന വഴിയാണ്, കുറച്ച് ദൂരം ഉണ്ടായിരുന്നു, ഒരു 3/4 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് മോനൂസ് പറഞ്ഞു, കുറച്ച് നേരം കിടന്നുറങ്ങിക്കോളൂ, അവിടെ എത്താറാകുമ്പോഴത്തേക്ക് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 3/4 മണിക്കൂറോളം ഒന്ന് മയങ്ങി. കാരണം എപ്പോഴും യാത്ര ചെയ്താലും ഞാൻ ഉറങ്ങും. കാറിൽ കയറിയാൽ മതി, എനിക്ക് ഉറക്കം വരും. അങ്ങനെ ഞങ്ങൾ 3ാമത്തെ ക്ഷേത്രത്തിലെത്തി. അവിടെയും നല്ല ക്യൂ ആയിരുന്നു. അവിടെ ക്യൂ നിന്നു ക്ഷേത്രത്തിന് അകത്ത് കയറി ദർശനം നടത്തി. അപ്പോഴാണ് നല്ല ഈ ക്യൂ നിന്ന സമയത്ത് നല്ല സാമ്പാറിൻ്റെ മണം. അപ്പം ഞാൻ ചോദിച്ചു, മോനൂസ് നമുക്ക് ഇവിടുന്ന് കയറി അന്നദാനം കഴിച്ചാൽ? അപ്പോൾ മോനൂസിൽ ഭയങ്കര തിരക്കായിരിക്കും, നമുക്ക് അത്രയും സമയം നിങ്ങൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇവിടുന്ന് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്നാണ് മോനൂസ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, വേണ്ട മോനൂസ്, നമുക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഈ അന്നദാനം കൊടുക്കുന്ന ആ ക്യൂവിൽ നിന്ന് ചേട്ടൻ, അവിടുത്തെ കമ്മിറ്റിയിലെ ഓഫീസറാണുള്ള അച്ഛനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ആൾക്കാർക്ക് ഇത്രയും ഭക്ഷണം കൊടുത്തിട്ടേ ഇവിടുന്ന് പറഞ്ഞയക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്കതൊരു വിശ്വാസം വന്നിട്ട് ഞാനും അങ്ങനെ ഞങ്ങൾ കയറി ക്യൂ നിന്നും. അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. കാരണം ചോറും സാമ്പാറും അതുപോലെ പയർ വെച്ചൊരു കറിയും പിന്നെ നാരങ്ങ അച്ചാറും. സുഖമായിരുന്നു. വയറ് നല്ല അടിപൊളിയായിട്ട് നിറഞ്ഞു. അവിടെ നിന്ന് ഭക്ഷണവും കഴിച്ചു. ഞങ്ങളിതേ അവിടുത്തെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങളും മോനൂസും കൂടെ അവിടുന്ന് തിരിച്ചു. എന്നിട്ടാണെങ്കിൽ ഈ വണ്ടി നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു വീടിൻ്റെ സൈഡിലായിരുന്നു. പക്ഷേ ഒരിക്കലും വന്ന വഴി തിരിച്ച് അവർ കാറ് വിടാറില്ല. കാരണം ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ തിരിച്ച് ആ വഴി വിടാറുള്ളൂ. കാരണം ബ്ലോക്ക് ആവുമല്ലോ, അതുകൊണ്ട് അങ്ങനെ വിടാറില്ല. അപ്പം അവർ ടെമ്പററി ആയിട്ടൊരു വയലിന് നടുക്കൂടൊരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അത് അടിപൊളിയാണ് കേട്ടോ, ഒന്നും പറയണ്ട. കാരണം അപ്പുറം ഇപ്പുറവും വയലാണ്. അന്നേരം അവർ പറയുന്നുണ്ട്, അവിടെ നിൽക്കുന്ന ഈ PWD ആൾക്കാർ പറയുന്നുണ്ട്, പതിയെ പോകണം ഇതിലെ വണ്ടി ഓടിച്ച്, കാരണം ടെമ്പററി ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വണ്ടിയിൽ കയറി. നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ എനിക്കതിനെ കൂടുതൽ പിക്ചർ എടുക്കാൻ പറ്റിയില്ല. കാരണം അപ്പുറം ഇപ്പുറം ഇതായതുകൊണ്ട് വണ്ടിക്ക് നല്ല കുലുക്കമുണ്ട്. റോഡ് അത്ര അങ്ങോട്ട് സുഖമൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് കുണ്ടും കുഴികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഫോട്ടോസ് കറക്റ്റായിട്ടൊന്നും എടുക്കാം, പക്ഷേ എടുക്കാൻ പറ്റുന്ന രീതിയിൽ എടുത്തു. ഇനിയിപ്പോൾ അങ്ങനെ നമ്മൾ ആ യാത്ര ചെയ്ത് നേരെ നമ്മുടെ എറണാകുളം എത്തി. എറണാകുളം നമ്മുടെ സിൽവർ സ്റ്റാർ ഐലൻഡ്, അതായത് ഞാനും മോനൂസും ഇതേ ലോകത്തോട്ട് തിരിച്ചെത്തി. ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു യാത്ര നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നതാണ്. അതുപോലെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും. ഒന്നും പ്രതീക്ഷിക്കരുത്, പതിയെ നമുക്ക് അവിടെ ചെന്നെത്താൻ പറ്റും എന്നുള്ള കാര്യം. അങ്ങനെ നമ്മളെ നന്മ വന്നിലെത്തി. എനിവേ, എല്ലാവർക്കും സുഖമെന്നും സന്തോഷമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പറ്റുന്നവരെല്ലാവരും പോകുക കേട്ടോ. ഒരു നാലമ്പല ദർശനം നടത്തുക, മനസ്സിലൊരു സന്തോഷം സമാധാനം. പിന്നെ അവിടെ എടുത്ത് പറഞ്ഞ കുട്ടികളെയൊന്നും, കുഞ്ഞു മക്കളെയൊന്നും കൊണ്ടുപോകണ്ട കഴിവതും. പിന്നെ മുതിർന്നവരെല്ലാവരും പോകുക. അടിപൊളി ദർശനമാണ്.